സൗത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വൻ ഭൂചലനങ്ങൾ പ്രവചിച്ചുകൊണ്ട് തമിഴ്നാട് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന മാറ്റത്തിന്റെ ദിശ വ്യക്തമാക്കുന്ന ഈ പ്രവചനങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. തമിഴ് രാഷ്ട്രീയത്തിന്റെ പതിവ് സമവാക്യങ്ങളെ പാടെ തെറ്റിച്ചുകൊണ്ടാണ് നടൻ വിജയുടെ തമിഴക വെട്രി കഴകം മുന്നേറ്റം പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. NDTV ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം വിജയുടെ പാർട്ടി അധികാരത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയിരിക്കുന്നു. കന്നി പോരാട്ടത്തിനിറങ്ങിയ വിജയ് DMK, AIADMK എന്നീ വൻ ശക്തികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 98 മുതൽ 120 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം. 234 അംഗ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി TVK മാറുമെന്ന വാർത്ത തമിഴകത്ത് അലയൊലികൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. നിലവിലെ ഭരണകക്ഷിയായ DMKയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് NDTV സർവേ സൂചിപ്പിക്കുന്നു. പതിറ്റാണ്ടുകളായി തമിഴ്നാട് ഭരിച്ച ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യം ഇളകുന്നു എന്ന സൂചനയാണിത് നൽകുന്നത്. ബോക്സ് ഓഫീസിലെ തന്റെ അപ്രമാദിത്യം രാഷ്ട്രീയത്തിലും ആവർത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചാൽ അത് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയൊരു യുഗപ്പിറവിയാകും. എന്നാൽ മറ്റ് ഏജൻസികൾ ഈ പ്രവചനത്തോട് യോജിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. NDTV വിജയ്ക്കൊപ്പം നിൽക്കുമ്പോൾ പീപ്പിൾസ് പൾസ്, പ്രജാപോൾ തുടങ്ങിയ ഏജൻസികൾ DMK സഖ്യം അധികാരം നിലനിർത്തുമെന്ന് വാദിക്കുന്നു. പീപ്പിൾസ് പൾസ് DMK സഖ്യത്തിന് 125 മുതൽ 145 സീറ്റുകൾ വരെയാണ് നൽകുന്നത്. പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ പ്രകാരം DMK 120 മുതൽ 140 സീറ്റുകൾ വരെ നേടാം. AIADMK 600 മുതൽ 70 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും ഇവർ പ്രവചിക്കുന്നു. ഇത് രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്. ഏറ്റവും രസകരമായ കണക്കുകൾ പുറത്തുവിട്ടത് പ്രജാപോൾ ആണ്. അവർ DMK സഖ്യത്തിന് 148 മുതൽ 168 സീറ്റുകൾ വരെ നൽകി ശക്തമായ ഭരണ തുടർച്ച പ്രവചിക്കുന്നു. എന്നാൽ വിജയുടെ പാർട്ടിക്ക് വെറും 1 മുതൽ 9 സീറ്റുകൾ മാത്രമേ ഇവർ നൽകുന്നുള്ളൂ. വിജയ് പോലും സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടേക്കാമെന്ന തരത്തിലുള്ള സൂചനകൾ ചില സർവേകൾ നൽകുന്നുണ്ട്. ഇതോടെ തിങ്കളാഴ്ചത്തെ വോട്ടെണ്ണൽ ഫലം തമിഴ് സിനിമയിലെ ക്ലൈമാക്സ് പോലെ സസ്പെൻസ് നിറഞ്ഞതായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇത്തവണ ദൃശ്യമായത് ജനങ്ങളുടെ അഭൂതപൂർവമായ പങ്കാളിത്തമാണ്. 82.24% വോട്ടുകളാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. എല്ലാ ജില്ലകളിലും മികച്ച പോളിംഗ് നടന്നത് വലിയൊരു ഭരണവിരുദ്ധ തരംഗത്തിന്റെയും അതോ പുതിയൊരു മാറ്റത്തിന്റെയും സൂചനയാണോ എന്ന് കണ്ടറിയണം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതായാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. പ്രമുഖ സർവേകളെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഏകകണ്ഠമായി പ്രവചിക്കുന്നു. CNN ന്യൂസ് 18 എക്സിറ്റ് പോൾ പ്രകാരം 140 അംഗ കേരള നിയമസഭയിൽ UDF 70 മുതൽ 80 വരെ സീറ്റുകൾ നേടും. ഇതോടെ LDF 58 മുതൽ 68 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും സർവേ പറയുന്നു. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ UDFന് അതിശക്തമായ ഭൂരിപക്ഷമാണ് നൽകുന്നത്. 78 മുതൽ 90 വരെ സീറ്റുകൾ നേടി UDF സർക്കാർ രൂപീകരിക്കുമെന്നാണ് ഇവരുടെ പക്ഷം. LDF 49 മുതൽ 62 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. കേരളത്തിലെ വോട്ടർമാർ കൃത്യമായ ഇടവേളകളിൽ ഭരണം മാറ്റുന്ന പതിവ് ഇത്തവണയും ആവർത്തിക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. NDTV സർവേയും UDFന് 75 മുതൽ 85 സീറ്റുകൾ പ്രവചിച്ച് ഈ ട്രെൻഡിനൊപ്പം നിൽക്കുന്നു. കേരളത്തിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത്. പരമാവധി 3 മുതൽ 4 സീറ്റുകൾ വരെ മാത്രമേ NDA സഖ്യം നേടാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാമെങ്കിലും ഭരണനിർണായക ശക്തിയാകാൻ അവർക്ക് സാധിക്കില്ല. എക്സിറ്റ് പോളുകൾ അനുകൂലമായതോടെ UDF ക്യാമ്പുകളിൽ ആവേശം അണപൊട്ടിയിരിക്കുകയാണ്. എന്നാൽ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ പ്രവചനങ്ങളിൽ വിശ്വാസമില്ലെന്നാണ് LDF നേതാക്കളുടെ ഔദ്യോഗിക നിലപാട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ വിസ്ഫോടനവും കേരളത്തിലെ ഭരണമാറ്റ സാധ്യതയും തിങ്കളാഴ്ച അറിയാം.